വിവിധ ഭാഷ അന്യസംസ്ഥാനത്തു നിന്ന് വന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ അതിഥി തൊഴിലാളിയുടെ വിവിധ ഭാഷാ തൊഴിലാളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 10 പേരെയാണല്ലോ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൃത്യമായ രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? അന്വേഷണവും ഈ തരത്തിലാണ്. അരുണാചൽ പ്രദേശ് സ്വദേശിയായ അശോക് ദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവർ 10 പേരുടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് ഇനി പ്രധാനമായും കിടക്കേണ്ടത്. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. 15ഓളം പേർ ഈ ഒരു സമയത്ത് ഇയാളെ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന സമയത്ത് 15ഓളം പേരുണ്ടായിരുന്നു ഇത്തരത്തിൽ വിചാരണ നടത്താൻ, ആൾക്കൂട്ട വിചാരണയ്ക്ക്. നമുക്കറിയാം ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളിലല്ല കേരളത്തിൽ നടക്കുന്ന ഈ ആൾക്കൂട്ട വിചാരണകൾ എന്ന് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഭരണകൂടം പറയുകയും അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് അതിനെ അഭിമാനത്തോടെ ആവർത്തിക്കുന്ന ചില ആളുകൾ ഉള്ളപ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ നാടിനെ ആകെ നടുക്കിക്കൊണ്ട് നടക്കുന്നത് എന്നത് തന്നെയാണ് ഒരു ദുഃഖകരമായ വസ്തുത എന്ന് പറയുന്നത്. കാരണം സമാനമായ മറ്റ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ആളുകളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തതിന്റെ പട്ടികയിൽ മാത്രമാണ് ഈ അശോക് ദാസിന്റെ അരുണാചൽ പ്രദേശ് സ്വദേശിയായ അശോക് ദാസിന്റെ മരണം. കാരണം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചോദ്യം ചെയ്ത് മരത്തിൽ കെട്ടിയിട്ടതിന് ശേഷം മാത്രമല്ല ഇയാളുടെ കൈ മുറിഞ്ഞിരുന്നു, ഗ്ലാസിൽ തട്ടി കൈ മുറിഞ്ഞിരുന്നു, അങ്ങനെ രക്തം വാർന്നു പോവുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ആണ് മരണത്തിലേക്ക് നയിച്ചത്. ഇതിനിടയിൽ ക്രൂരമായ മർദ്ദനം നടത്തി. ആൾക്കൂട്ടം 1 2 പേരായിരുന്നില്ല, ഓരോ ആളുകളായി കൂടുതലായി അവിടെ എത്തിക്കൊണ്ടിരുന്നു. ഈ ഒരു ആൾക്കൂട്ട വിചാരണയിൽ എത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ആണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. വ്യാഴാഴ്ച ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. വാളകം കവലയ്ക്കടുത്ത് ചെറിയ ഊരകം റോഡിലായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത്. കെ.പി. സമഗ്രമായ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ നൽകിയത്.